ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഖത്തറിൽ തണുപ്പ് കാലം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലോക്കലി തന്നെ പച്ചക്കറികളെല്ലാം കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആവാൻ തുടങ്ങും. അതിനകത്തൊരു പച്ചക്കറിയിൽ കിട്ടുന്നതാണ് ഈ നീളൻ പയർ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ അച്ചിങ്ങ പയർ എന്ന് പറയും. നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വരും പോലെ തന്നെ നല്ല ഫ്രഷും നല്ല ടേസ്റ്റുമാണ് ഈ പയറിന്. അപ്പം അതിൻ്റെ തലയും വാലും എല്ലാം കിള്ളി വളരെ ചെറുതായിട്ടല്ലാത്ത രീതിയിൽ, ഒത്തിരി നീളം പാടില്ലാത്ത രീതിയിൽ മുറിച്ചെടുത്തു. അപ്പം നമുക്കിത് നാട്ടിലൊക്കെ ആണെങ്കിൽ കുറേ പയർ, പൊളിയൻ പയറും കുറച്ച് ഒടിയൻ പയറും ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം അന്നേരം ഇതിൻ്റെ കൂടെ പയർ മണികളും കാണും. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള പയറാണ് തോരൻ വയ്ക്കാൻ ഇഷ്ടം. അപ്പം ഞാൻ അതിന് കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് കുറച്ച് വൻപയർ നന്നായി വെള്ളത്തിലിട്ട് കുതിർത്തി, ഒരു ഫുൾ നൈറ്റ് കുതിർത്തി, ഒരുപാട് വെള്ളം ഒഴിക്കാതെ. ഇത് ഞാൻ 1 കപ്പ് വൻപയർ കുതിർത്തിയതാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് കുക്കറിൽ ഒറ്റയടി, ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ച് കളയരുത്. പിന്നെ ഒരു ഹാൻഡ്ഫുൾ ചുമന്നുള്ളി തൊലി കളഞ്ഞെടുത്തു. പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി കൂടി എടുത്തു. അപ്പം അത്രയും തൊലി കളഞ്ഞ് മാറ്റി വെച്ചു. ഇതേ നോക്കി ഒറ്റയടി അടിച്ച പയർ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒന്നും അധികം ഇല്ല, നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒഴിഞ്ഞു പോകരുത്, അതുപോലെ തന്നെ അടിക്കും പിടിക്കരുത്. നല്ലപോലെ കുതിർന്ന പയറാണെങ്കിൽ ആട്ടോ ഇങ്ങനെ കിട്ടുള്ളൂ. വീണ്ടും ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ അച്ചിങ്ങ പയർ കൂടി ഇട്ട് കൊടുത്തു. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങൾ ചോറ് കുറച്ച് കഴിച്ചിട്ട് കറി കുറച്ച് കൂടുതൽ കഴിക്കുവാണെങ്കിൽ എന്നോർത്തിട്ട് കുറച്ചധികമാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് വെയിറ്റ് മാറ്റിയിട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടി മാത്രമേ വെക്കണുള്ളൂ കേട്ടോ. അതിനുള്ള വേവേ ഈ പയറിനുള്ളൂ. വിസിലൊന്നും അടിക്കരുതേ. അടി പിടിക്കാതിരിക്കാൻ പാകത്തിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ട് ചതച്ചെടുത്തു. ഇത് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് പക്ഷേ അത്രയും അരഞ്ഞു പോണതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കറിൻ്റെ ആവി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വേവേ ഉള്ളൂ. കുക്കർ നന്നായിട്ട് ചൂടായിരിക്കുന്നതുകൊണ്ട് വേഗം തന്നെ അത് ആവി വരികയും ചെയ്യും കേട്ടോ. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ രീതിയിലാണല്ലേ ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് തോരൻ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നെടുങ്കണ്ടത്ത് ചെന്നപ്പോൾ അവിടെ വേറെ രീതിയിലാണ് തോരൻ വെക്കുന്നത്. പക്ഷേ അതിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ അച്ചിങ്ങ പയർ ഇങ്ങനെ വേവിക്കുന്നതാണ് ഇഷ്ടം. അപ്പം നോക്കി ആവി വന്ന കുക്കർ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന രംഗമാണിത്. ഇത് നന്നായിട്ട് വെന്തു, അടുക്കി പിടിച്ചിട്ടില്ല. പയറെല്ലാം നല്ല മണിമണിയായിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ വേണം അത് കിട്ടാൻ, എങ്കിൽ മാത്രമേ തോരന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ തൊട്ട് 1/4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള വറ്റൽമുളക്. അപ്പം പൊടിക്കാത്ത വറ്റൽമുളക് ഉള്ളവർക്ക് അത് ക്രഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഇട്ട് ക്രഷ് ചെയ്യാം. നോക്കി, ഇത് ഇത്രയും ചെയ്ത് ഇത് കൂട്ടി നന്നായിട്ട് ഇച്ചിരി ചോറിനാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയറും ഒരുമിച്ചിട്ട് ഇളക്കി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് തേങ്ങയാണ്. തേങ്ങയില്ലാത്ത രാജ്യങ്ങളിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് ഇടുന്നത്. അതുകൂടി ചേർത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ഇളക്കിയ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് ഇത്. എനിക്ക് ഈ അച്ചിങ്ങാപ്പയർ ഒറ്റയ്ക്ക് ഉണ്ടാക്കണേക്കാട്ടിലും ഈ വൻപയറും ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇഷ്ടം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നായിരുന്നു ഞാൻ മല്ലി നട്ട് മുളച്ച് വന്നത്. ഇന്ന് ഇത്രയും വളർന്നിട്ടുണ്ട്. പുതിന എന്തോ വെയിൽ കൂടിയത് കൊണ്ടാണോ വെള്ളം ഒഴിക്കുന്ന അധികം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചെറിയ മഞ്ഞപ്പൊക്കെ വന്നിട്ടുണ്ട്. മല്ലി നല്ല മിടുക്കന്മാരായിട്ട് ഇത്രയും വളർന്ന് എത്തിക്കഴിഞ്ഞു. അപ്പം മല്ലി നടാനൊക്കെ ചെറിയ സൗകര്യങ്ങളുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. നാളെ രാവിലെ ഇഡ്ഡലിക്ക് കറി ചമ്മന്തിയാണ്. ആ ചമ്മന്തിക്ക് അരയ്ക്കാനുള്ള പുതിന പറിച്ചെടുക്കുന്ന തിരക്കിലാണ് സച്ചുക്കുട്ടൻ. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങളല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.